കേരളത്തിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ AC എക്സ്പ്രസ് ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം ഇന്ന് പാലക്കാട്ട് വിജയകരമായി പൂർത്തിയാക്കി. ഒരു കോച്ചിൽ 104 പേർക്കാണ് യാത്ര ചെയ്യാവുന്നത്. മുകളിലും താഴെയുമായിട്ട് 2 തട്ടുകളായിട്ടാണ് സീറ്റുകൾ വിഭജിച്ചിരിക്കുന്നത്. ഭക്ഷണമടക്കം ഈ ട്രെയിനിൽ യാത്രക്കാർക്ക് സൗജന്യമായി ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഭക്ഷണം കഴിക്കുന്നതിനായി ഒരേ സമയം 5 പേർക്ക് ഡൈനിങ് സ്പേസും ട്രെയിനിനുള്ളിലുണ്ട്. പൂർണ്ണമായും സ്ലീപ്പർ ബർത്തുകൾ മാത്രമാണുള്ളത്. കോയമ്പത്തൂരിൽ നിന്നും ബംഗളൂരുവിലേക്കാണ് ട്രെയിനിന്റെ സർവീസ്. നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് മാത്രമായിരുന്നു സർവീസ് എന്നുള്ളത് കൊണ്ടാണ് പാലക്കാട്ടേക്ക് നീട്ടിയത്. പാലക്കാട്ടേക്ക് നീട്ടിയത് കൊണ്ട് കേരളത്തിലെ യാത്രക്കാർക്ക് പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടെന്ന് തോന്നുന്നില്ല. പാലക്കാട് നിന്നും വാളയാർ കോയമ്പത്തൂർ വഴി ബംഗളൂരുവിലേക്കായിരുന്നെങ്കിൽ ആളുകൾ കയറിയേനെ. പക്ഷെ ഈ ട്രെയിൻ വാളയാർ വഴിയല്ല, പകരം പൊള്ളാച്ചി വഴി കോയമ്പത്തൂർ ചുറ്റിയാണ് ബംഗളൂരിലേക്ക് പോകുന്നത്. നിലവിൽ 5:40-നാണ് ഈ ട്രെയിൻ കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെടുന്നത്. പാലക്കാട്ടേക്ക് നീട്ടുമ്പോൾ പുതിയ സമയക്രമം അനുസരിച്ച് 3 മണിക്ക് പുറപ്പെടേണ്ടി വരും. 3 മണിക്കൂർ അധിക സമയം പാലക്കാട്ടുകാർ ഈ ട്രെയിനിൽ ഇരിക്കണമെന്ന് ചുരുക്കം. കേരളത്തിൽ പാലക്കാട് മാത്രമാണ് സ്റ്റോപ്പുള്ളത്. പാലക്കാടിനും പൊള്ളാച്ചിക്കും ഇടയിൽ കൊല്ലങ്കോട് സ്റ്റോപ്പ് അനുവദിച്ചാൽ 100 കണക്കിന് യാത്രക്കാർക്ക് ഗുണമാകും. ഇതൊന്നുമില്ലാതെ വെറുതെ ഒരു ട്രെയിൻ പോകുന്ന പ്രതീതി മാത്രമായിരിക്കും ഉദയ ഡബിൾ ഡെക്കർ ട്രെയിനെ കാത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് എന്നാണ് കരുതുന്നത്.